Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IIT JAM 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കൊരു ഫംഗ്ഷൻ f of x തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് വാല്യൂ പി ക്യൂനാണ് ഈ ഫംഗ്ഷൻ f of x സാറ്റിസ്ഫൈസ് റോൾസ് തിയറം ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവൽ -1,1. റോൾസ് തിയറം എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -1,1 ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ -1 ആയിരിക്കണം. സോ ഇത് രണ്ടുമാണ് നമ്മുടെ റോൾസ് തിയറത്തിൻ്റെ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസ്. സോ ഇപ്പോൾ കണ്ടിന്യൂസ് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് 0 ആയിരിക്കും ഇഫ് 0ക്ക് അപ്രോച്ച് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 0ക്ക് അപ്രോച്ച് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0യിലെ എഫിൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയാൽ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണ്. സോ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് എക്സ് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് 0 1 പ്ലസ് എക്സ്. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് വരുന്നത്. സോ അത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് ക്യൂ. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. സോ 1 മൈനസ് 0 ഇൻറ്റു പി ഇൻറ്റു 0 പ്ലസ് ക്യൂ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ക്യൂ. സോ ഈ രണ്ട് ലിമിറ്റും ഈക്വൽ ആണ്. സോ നമുക്ക് കിട്ടുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി നോക്കാം. സോ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് 0 മൈനസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 മൈനസ് h ഡിവൈഡ് ബൈ h ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് h മൈനസ് എഫ് ഓഫ് 0 ബൈ h. h എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഡിഫറൻഷ്യബിലിറ്റി അപ്ലൈ ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ ലിമിറ്റ് h ടെൻസ് 0 മൈനസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 മൈനസ് h ഡിവൈഡ് ബൈ h. 0 മൈനസ് h എന്ന് പറയുമ്പോൾ മൈനസ് h ആണ്. സോ എഫ് ഓഫ് മൈനസ് h. സോ ഇപ്പോൾ എഫ് ഓഫ് 0യുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 മൈനസ് എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് ക്യൂ ആണ്. സോ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 നമുക്ക് ക്യൂ കിട്ടും. സോ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യൂ ഈക്വൽ ടു 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് h ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ മൈനസ് h ലെസ് ദാൻ 0 ആണ്. സോ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് എക്സ് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 മൈനസ് h ഡിവൈഡ് ബൈ h ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ്. So that is equal to limit h tends to 0 minus 1 minus 1 plus h divided by h. 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത ശേഷം h ബൈ h ഉണ്ടാവും. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ഉണ്ടാവും. സോ ലിമിറ്റ് h ടെൻസ് 0 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ലിമിറ്റ് h ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് h, അതിനെ ഞാൻ ജസ്റ്റ് എഫ് ഓഫ് h എന്ന് എഴുതാണ്, മൈനസ് എഫ് ഓഫ് 0 ബൈ h ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് h എന്ന് പറയുമ്പോൾ h ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. സോ എക്സിന് വരെ h റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് is 1 minus h into ph plus q minus 1 by h. f of 0 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് ക്യൂവിന് 1 കൊടുത്തതിന് ശേഷം രണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ കിട്ടുന്നത് പി എച്ച് പ്ലസ് 1 മൈനസ് ഓഫ് h ഇൻറ്റു പി എച്ച് പ്ലസ് 1 മൈനസ് 1. ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്യാം. ഡിവൈഡ് ബൈ h. So that is equal to limit h tends to 0 plus h കോമൺ എടുക്കുകയാണ്. സോ പി മൈനസ് പി എച്ച് പ്ലസ് 1 ഡിവൈഡ് ബൈ h ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ പി മൈനസ് 0 ഇൻറ്റു h പ്ലസ് 1, സോറി ഇവിടെ മൈനസ് 1 ആണ് ശരിക്കും. സോ ഇവിടെ മൈനസ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി മൈനസ് 1 കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ആണ്. സോ ഡിഫറൻഷ്യബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. സോ പി മൈനസ്
1 equal to 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ പി ഈക്വൽ ടു 2 കിട്ടും. ക്യൂ ഈക്വൽ ടു 1 എന്നും കിട്ടിയിട്ടുണ്ട്. സോ പെയർ പി ക്യൂ എന്ന് പറയുന്നത് 2,1 ആവുമ്പോഴാണ് എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് റോൾസ് തിയറം ആവുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. നമുക്കൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to t x² e⁻ x² dxൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 0 to t e⁻ x² dxൻ്റെ വാല്യൂ √π/2. സോ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to t x² e⁻ x² dxനെ ഞാൻ എല്ലായിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ ഇപ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻ്റഗ്രൽ 0 to t 1 × e⁻ x² dxൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ e⁻ x² ഞാൻ u ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ആൻഡ് ഡി എക്സിനെ ഞാൻ ഡി വി ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ നമുക്ക് ഇൻ്റഗ്രൽ യു ഡി വി എന്ന ഫോമിലാണ് ഉള്ളത്. സോ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ട ഫോമുല ഇൻ്റഗ്രൽ യു ഡി വി ഇസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു. സോ നമ്മൾ യു ഇസ് ഈക്വൽ ടു e⁻ x² ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു -2x × e⁻x² x² dx എന്ന് കിട്ടും. ഡി വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആ ഫോമുല. സോ e⁻x² × x വിത്തിൻ ദ ലിമിറ്റ് 0 to t മൈനസ് ഇൻ്റഗ്രൽ 0 to t x × -2x e⁻ x² dx. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ഈക്വൽ ടു e⁻ t² × t. സോ 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ലിമിറ്റ് 0 ആയി പോവാണ്. സോ ബാക്കി പ്ലസ് 2 × ഇൻ്റഗ്രൽ 0 to t x² e⁻ x² dx. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് സിമിലർ ടു ദ ടേം ഇൻ എല്ലാണ്. സോ എല്ലാക്കാൻ നമ്മൾ രണ്ട് സൈഡ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to t e⁻ x² dx ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി t e⁻ t² പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 2 × ഇൻ്റഗ്രൽ 0 to t x² e⁻ x² dx. റൈറ്റ് ഹാൻഡിലെ ടേം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് വാല്യൂ √π/2 ആണ്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡിലെ ഫസ്റ്റ് ടേമിനെ ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി t e⁻ t² പ്ലസ് 2l ബിക്കോസ് നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to t x² e⁻ x² dxനെ എല്ലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി t e⁻ t² വാല്യൂ നമ്മൾ ഡയറക്റ്റ്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻറ്റു e⁻ ദാറ്റ് ഇസ് 0 ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന് കിട്ടും. സോ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. സോ ഇതിനെ നമ്മൾ ഇൻഫിനിറ്റി ഫോം എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി t/e⁻t² ആയിട്ട് എഴുതാണ്. സോ നമുക്ക് ഇൻഫിനിറ്റി ഫോം കിട്ടും. ഇപ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യുകയാണ്. That is equal to limit t tends to infinity 1/e⁻t² × 2t എന്ന് കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 1/e⁻∞ × 2∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/∞ ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടുന്നത് ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. സോ therefore √π/2 is equal to 2l and which implies L is equal to √π/4. സോ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. ഡബിൾ ഇൻ്റഗ്രൽ sin y² dy dxൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ട്രേറ്റ് അവേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് cos y² / 2y dx എന്ന രീതിക്ക് കിട്ടും.
വീണ്ടും നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് വെച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല, പകരം നമ്മൾ ചെയ്യുന്നത് ഡി എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ മാറ്റുകയാണ്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ എക്സ് വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യാണ്. സോ ഇവിടെ വൈൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് വൈ ഫ്രം എക്സ് ടു 1 ആൻഡ് എക്സിൻ്റെ ലിമിറ്റ്സ് 0 to 1 ആണ്. ഈ ലിമിറ്റ്സ് നമ്മൾ എക്സ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈന് പ്ലോട്ട് ചെയ്യാണ്. സോ അതാണ് ഈ ലൈൻ. വൈ ഈക്വൽ ടു 1 പ്ലോട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഓൾറെഡി നമുക്ക് ആ ലൈനായിട്ട് വരും. സോ അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ മാറ്റാണ്. സോ നമുക്ക് ഡി എക്സ് ഡി വൈ എന്ന ഫോമിലാണ് വേണ്ടത്. സോ ഫസ്റ്റ് ഡി എക്സ് കിട്ടാൻ നമ്മൾ എക്സ് ഡയറക്ഷനിലോട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് കട്ട് ചെയ്ത് തൊട്ട് വൈ ഈക്വൽ ടു എക്സിൽ കട്ട് ചെയ്യാണ്. സോ എക്സിൻ്റെ വാല്യൂ 0 to എക്സ് ഈക്വൽ ടു വൈ ആണ്. സോ എക്സിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to വൈ ആണ്. ഇപ്പോൾ ഡി വൈൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വൈ ഡയറക്ഷനിൽ പോവുകയാണ്. വൈ ഈക്വൽ ടു എക്സിൽ നിന്ന് വൈ ഈക്വൽ ടു 1 കട്ട് ചെയ്യും. സോ വൈ ഈക്വൽ ടു എക്സിലെ വൈൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 1 ആണ്. സോ വൈൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to 1 ആണ്. ഇപ്പം നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ്സ് കണ്ടുപിടിച്ചു. സോ ഡബിൾ ഇൻ്റഗ്രൽ എഴുതുക. ഫസ്റ്റ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതുക, ദാറ്റ് 0 to y. പിന്നെ വൈൻ്റെ ഇൻ്റഗ്രൽ 0 to 1 സൈൻ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഇപ്പോൾ സൈൻ വൈ സ്ക്വയർ ഡി എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് സൈൻ വൈ സ്ക്വയർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. സോ ഇൻ്റഗ്രൽ 0 to 1 സൈൻ വൈ സ്ക്വയർ എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് 0 to y ഡി വൈന്ന് കിട്ടും. ഇപ്പം ഞാൻ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാണ്. സോ ഇൻ്റഗ്രൽ 0 to 1 സൈൻ വൈ സ്ക്വയർ y മൈനസ് 0 ഡി വൈന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 y സൈൻ വൈ സ്ക്വയർ ഡി വൈ. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 സൈൻ വൈ സ്ക്വയർ വൈ ഡി വൈ ആയിട്ട് എഴുതാണ്. ഞാനിതിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്യാണ്. സോ 2y by 2. നോക്കുവാണെങ്കിൽ സൈൻ വൈ സ്ക്വയറിലെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2y dy. സോ ഇപ്പം നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈക്വൽ ടു 1/2 മൈനസ് കോസ് വൈ സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ആണ്. സോ അത് ക്യാൻസലായി പോവും. സോ ഇപ്പം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് കോസ് 1 സ്ക്വയർ മൈനസ് ഓഫ് -1 ദാറ്റ് ഈസ് പ്ലസ് കോസ് 0 സ്ക്വയർ ഈക്വൽ ടു 1/2 മൈനസ് കോസ് 1 പ്ലസ് 1. സോ ഈക്വൽ ടു 1/2 1 മൈനസ് കോസ് 1. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാക്സിമം ആണോ മിനിമം ആണോ അല്ലെങ്കിൽ സാഡിൽ പോയിൻ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 5 മൈനസ് 4 സൈൻ എക്സ് പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് ബിലോങ്സ് ടു 0,2π ആണ്. ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. സോ ഏതൊക്കെ പോയിൻറ്റ്സിനാണോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്, ആ പോയിൻറ്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് മാക്സിമം ആവാം, മിനിമം ആവാം, സാഡിൽ പോയിൻ്റ് ആവാം. അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം.
ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 0 മൈനസ് 4 കോസ് എക്സ് പ്ലസ് 0 ഈക്വൽ ടു -4 കോസ് എക്സ്. ഇതിനെ നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 0 മൈനസ് 0 പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 2y. ഇത് 0നോട് ഇക്വേറ്റ് ചെയ്യുക. സോ 2y ഈക്വൽ ടു 0 ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യുന്നത് y ഈക്വൽ ടു 0 എന്നാണ്. നെക്സ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യുന്നത് cos x ഈക്വൽ ടു 0. സോ ഏതൊക്കെ എക്സ് വാല്യൂനാണ് cos 0 ആവുന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ കോസിൻ്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ 0ന് കോസിൻ്റെ വാല്യൂ 1ഉം π/2ന് കോസിൻ്റെ വാല്യൂ 0 ആൻഡ് പൈയിൽ കോസിൻ്റെ വാല്യൂ -1, 3π/2 അഗെയിൻ 0 ആൻഡ് 2πയിൽ കോസിൻ്റെ വാല്യൂ 1. നമ്മളിവിടെ 2πയിൽ സ്റ്റോപ്പ് ചെയ്യാണ് ബിക്കോസ് എക്സിൻ്റെ വാല്യൂ 0 to 2π ആണ്. സോ കോസ് എക്സ് 0 ആവുന്നത് എക്സ് ഈക്വൽ ടു π/2ഉം 3π/2നുമാണ്. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പെയർ XY ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു π/2, 0 ആൻഡ് 3π/2, 0 ബിക്കോസ് y നമുക്ക് ഓൾറെഡി 0 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. സോ അതെന്താണെന്ന് നോക്കാം. നമുക്ക് 3 വാല്യൂസ് കണ്ടുപിടിക്കണം, R, T ആൻഡ് S. R എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. എസ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. സോ ഇവിടെ 3 കേസസ് ഉണ്ട്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആർ ഗ്രേറ്റർ ദാൻ 0, ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആയിരിക്കും. സെക്കൻഡ് കേസ് ആർ ഗ്രേറ്റർ ദാൻ 0ഉം ആർ ടി മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ പോയിൻ്റ് ലോക്കൽ മാക്സിമം ആയിരിക്കും. തേർഡ് കേസ് ആർ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ പോയിൻ്റ് സാഡിൽ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 കോസ് എക്സും ഡോ എഫ് ബൈ ഡോ വൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y. സോ ഇപ്പോൾ ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സിന് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു -sin x ദാറ്റ് ഈസ് ഈക്വൽ ടു 4 sin x. സിമിലർലി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആണ് വേണ്ടത്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു 4 sin x, എസ് ഇസ് ഈക്വൽ ടു 0, ടി ഇസ് ഈക്വൽ ടു 2. ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് പോയിൻറ്റ് π/2, 0. സോ ആർ ഇസ് ഈക്വൽ ടു 4 sin π/2, എസ് ഇസ് ഈക്വൽ ടു 0, ടി ഇസ് ഈക്വൽ ടു 2. sin π/2യുടെ വാല്യൂ 1 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇപ്പം നമുക്ക് ആർ ടി മൈനസ് എസ് സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 - 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആണ്. സിമിലർലി 3π/2, 0ൽ നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ ആർ ഇസ് ഈക്വൽ ടു 4 sin 3π/2, എസ് ഇസ് ഈക്വൽ ടു 0, ടി ഇസ് ഈക്വൽ ടു 2. sin 3π/2ൻ്റെ വാല്യൂ -1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -4. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആണ്. സോ ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് സാഡിൽ പോയിൻ്റ് ആണ്. സോ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിൻ്റ് ലോക്കൽ മിനിമവും ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് സാഡിൽ പോയിൻ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10. നമുക്കൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് വിത്ത് 5' of 1 = 0 ആണ്. ആൽഫ ആൻഡ്
ബീറ്റ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് 5 ഇൻ ദ ഇൻ്റർവൽ 2 to 3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഗിവൺ ആണ് 5' എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് വിത്ത് 5' of 1 = 0 ആണ്. സോ അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 5' എന്നൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, വിച്ച് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് 5' of 1 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടണം. 5' ഞാൻ y = x-1 ആയിട്ട് എടുക്കുകയാണ്. സോ ആ ലൈൻ എന്ന് പറയുന്നത് x = 1 കൂടി പാസ് ചെയ്യും ആൻഡ് ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദാറ്റ് ഈസ് 5' of x = x-1 ആൻഡ് ഇപ്പോൾ 5' of 1 കണ്ടുപിടിക്കുകയാണ്, അത് =0 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 5' എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫങ്ഷനാണ്. ഇപ്പോൾ നമുക്ക് 5' 5 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നമ്മൾ 5' വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. Therefore 5 = x² - 2 - x. 5 എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, ബിക്കോസ് 5' of x എന്ന് പറയുന്നത് >0 ആണ് ഇൻ ദ ഇൻ്റർവൽ 2, 3. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 5 മിനിമം ടു മാക്സിമം വാല്യൂവിൽ പോവും. സോ മിനിമം വാല്യൂ ഓഫ് 5 എന്ന് പറയുന്നത് =5 ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് 5 എന്ന് പറയുന്നത് =5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി. ചില നമുക്ക് അങ്ങനത്തെ നൊട്ടേഷനാണ് തന്നിട്ടുള്ളത്. സോ ആൽഫ = 5 ആൻഡ് ബീറ്റ = 5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്.